ഉണ്ണിയമ്മേ കുമ്പടി വന്നു. നിങ്ങളുടെ ഘടകകക്ഷിയായ CPI അറിഞ്ഞിട്ടില്ല, നിങ്ങളാണ് അപമാനിക്കുന്നത്, അല്ലാതെ ഞങ്ങളല്ല. താലിബാനുകളുടെ സ്ഥിരം തൊഴിലായതുകൊണ്ട് എനിക്ക് പരാതിയില്ല, നിങ്ങൾ അവമാനിച്ചോളൂ. നിങ്ങൾ ആരെയും താലിബാനുകളിൽ വിളിക്കുന്നത്? അതങ്ങ് AKG സെന്ററിൽ വെച്ചാൽ മതി. അനിൽകുമാർ, ആ സൈസ് ചാപ്പയൊക്കെ നിങ്ങൾ നമ്മുടെ AKG സെന്ററിൽ കൊണ്ടു വെച്ചാൽ മതി. അതിന്റെ സമയം കഴിഞ്ഞു, അനിൽകുമാർ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിങ്ങളുടെ ചാപ്പയുടെ ഒന്നും ഏൽക്കില്ല അനിൽകുമാർ, കേട്ടോ? താലിബാനി എന്നൊക്കെ AKG സെന്ററിൽ പോയി വിളിച്ചാൽ മതി. അത് അവിടെ പോയി വിളിച്ചാൽ മതി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ആ കാലം കഴിഞ്ഞു അനിൽകുമാർ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ചാപ്പയടിക്കുന്ന കാലം കഴിഞ്ഞു, ആ സമയം കഴിഞ്ഞു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. അതെ, ഉത്തരം മുട്ടുമ്പോ ചാപ്പയടിക്കുന്ന ആ കാലം കഴിഞ്ഞു. അതൊക്കെ ഇനി AKG സെന്റർ. ഈ താലിബാന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയ S ജയശങ്കറെയോ മോദിയെ നിങ്ങൾ താലിബാനി എന്ന് വിളിക്കില്ല. നിങ്ങളോട് ചോദ്യം ഉന്നയിക്കുന്നതിന് ഞങ്ങൾ ചാപ്പയടിക്കും. ആ കാലം കഴിഞ്ഞു. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഇസ്ലാമോഫോബിയ വിളമ്പി ചാപ്പയടിച്ചുള്ള കാലം കഴിഞ്ഞു നിൽക്കുമോ? നിങ്ങൾ എക്സ്പോസ്ഡ് ആയി. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഇയാളെ പോലെ ചർച്ചയിൽ നിങ്ങൾക്ക് എന്താ മടി? ഇയാളെ പോലെ ഇസ്ലാം ഫോമുകളെ നിങ്ങൾ ചർച്ചയിൽ പുറത്താക്കുന്നേ. അനിൽകുമാർ എന്തിനും പറയാനുണ്ടോ? അല്ല അനിൽകുമാർ, ഈ ചാപ്പേടി പറയാനുണ്ടോ? ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഒളിച്ചും പാത്തും പോയി ഒപ്പിട്ടതിന് എന്തെങ്കിലും ന്യായമുണ്ടോ? അത് പറയൂ. ചാപ്പയടിക്കാതെ പാർട്ടി സെക്രട്ടറി MAV സഖാവ് പറഞ്ഞത് എന്താണ്? ഞങ്ങള് കേന്ദ്ര സർക്കാരുമായി എൻഗേജ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു കേട്ടോ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് എന്ത് ചർച്ച ചെയ്യുന്നത് ഈ നയം ഇവിടെ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി ചെറുത്തിട്ടുണ്ട്. ആ ചെറുത്തതിന് തുടർച്ചയായിട്ട് ഈ മേഖലയിൽ ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യും. ആണോ? ഭയങ്കര നടപ്പാക്കുകയില്ല. ചർച്ച ചെയ്യാൻ വേണ്ടിയാണോ തലയിൽ മുന്നിട്ട് പോയി ഒപ്പിട്ടത് അനിൽകുമാർ? നിങ്ങൾ ഈ തലയിൽ മുന്നിട്ട് പോയി ഒപ്പിട്ടിട്ട് പിന്നെ എന്ത് ചർച്ച ചെയ്യാനാണ്? ആരോട് ചർച്ച ചെയ്യാനാണ്? നിങ്ങൾ ആരോടാ ചർച്ച ചെയ്യുന്നത്? ആ ചർച്ച ചെയ്യേണ്ട ക്യാബിനറ്റിൽ നിങ്ങൾ CPI മന്ത്രിമാരെ വീട്ടിൽ നിർത്തിയില്ലേ? പിന്നെ ആരോടെ നിങ്ങൾ ചർച്ച? ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. RSSന്റെ അടുത്ത് ചർച്ചയ്ക്ക് തല മുണ്ടിട്ട് പോയി. അല്ല, ഈ ഒപ്പിടാൻ പോയി പിന്നെ ആരോട് പറഞ്ഞിട്ടാണ്? നിങ്ങൾ CPM-ന്റെ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞു. നിങ്ങൾ CPM-ന്റെ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞു. നിങ്ങൾ അദ്ദേഹത്തെ അപഹാസ്യനാക്കില്ലേ? നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. അദ്ദേഹത്തെ ഇരുട്ട് നിർത്തിയില്ലേ? എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ചാപ്പയടിക്കുന്നു. RSSന്റെ അടുത്ത് തലയെ മുണ്ടിട്ട് പോയത് ജമാഅത്തെ ഇസ്ലാമിയാണ്, ഞങ്ങളാരുമല്ല. അല്ല, ഈ ഒപ്പിടാൻ പോയതാരാണ്? ഈ MOU-ൽ ഒപ്പിടാൻ പോയതാരാണ്? ശ്രീ അനിൽകുമാർ, നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിഞ്ഞോ ഒപ്പിട്ടത്? 10-ാം തീയതി മോദിയെയും അമിത്ഷായും കാണാൻ പോകുന്നു പിണറായി വിജയൻ. 16-ാം തീയതി ഒപ്പിട്ടത് ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ്? അതറിയാനുള്ള ബാധ്യതയുണ്ട്. ജമാഅത്തുകാർ RS-മായി ചർച്ച ചെയ്തെങ്കിൽ അവരോട് ചോദിക്കൂ. ഞങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങളോട് നിങ്ങൾ മറുപടി പറയണം. വോട്ട് ചെയ്ത അധികാരത്തിലേറി ജനങ്ങളോട് മറുപടി പറയണം. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. 10-ാം തീയതി മോദിയെയും അമിത്ഷായും കാണാൻ പോകുന്നു. 16-ാം തീയതി ഒപ്പിടുന്നു. നിങ്ങൾ തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടത് എന്തിനാണ്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അത് തന്നെയാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയാണ് RSS-മായി തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടത്. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ ജമാഅത്തെ ഇസ്ലാമി വെളിപ്പെടുത്തിയിട്ടില്ല. അത് അവരോട് പോയി ചോദിക്കേ. നിങ്ങൾ ഇതിന് മറുപടി പറ. അയ്യോ, എനിക്കിപ്പോ ബോധം പോവും. നിങ്ങൾ ഈ നാടിന്റെ വിദ്യാഭ്യാസത്തെ വിഷം കലക്കി കാവ്യവൽക്കരിക്കാനുള്ള ഒരു ആധാരത്തിന് കീഴിൽ ഒപ്പിട്ടത്, തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടത്, നിങ്ങൾ ജനറൽ സെക്രട്ടറി ഇരുട്ടിൽ നിർത്തി ഒപ്പിട്ടത് എന്തിനാണ്? ആരോട് പറഞ്ഞിട്ട്? ഒന്ന്, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാതിരിക്കാനുള്ള യുദ്ധത്തിനകത്ത് ഞങ്ങൾ വിജയിച്ചവരാണ് സർവകലാശാലകളിൽ. ആ യുദ്ധം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് പിന്തുണ നൽകുകയായിരുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയും ഇവിടുത്തെ
RSSന് പിന്തുണ കൊടുക്കുകയാണ് കോൺഗ്രസ് അടക്കമുള്ളവർ ചെയ്തത്. ബാക്കിയുള്ളവനെ കൂടെ മണ്ടനാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നല്ല വെളിവുണ്ട് അക്കാര്യത്തിൽ. ഞങ്ങൾ യുദ്ധം നടത്തിയപ്പോഴെല്ലാം ഗവർണർ കൂടെ ശ്രീ വി ആർ അനു, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇവർ യുദ്ധം ചെയ്ത് PM ഉഷ പദ്ധതി ഒപ്പിട്ടു, അത് നടപ്പാക്കി കഴിഞ്ഞു. ആ യുദ്ധത്തിൽ പ്രതിപക്ഷം അവരോടൊപ്പം നിന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത് ഒളിച്ചൊപ്പിട്ട് കളയാമെന്നാണ് വി ആർ അനു. അങ്ങനെയാണോ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലയ്ക്ക് യുദ്ധം ചെയ്യാൻ അറിയാം. ഭയങ്കരം തന്നെ. ശ്രീ വി ആർ അനൂപ്, അതായത് ഒപ്പിട്ടു എന്നുള്ളത് ശരി, പക്ഷെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും ഈ കാവ്യവൽക്കരണത്തിൽ നിന്ന് അനിൽകുമാർ പറയുന്നു, ഉറപ്പ് തരുന്നു, ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. പക്ഷെ ആ ഉറപ്പ് CPI കിട്ടിയിട്ടില്ല. CPM ജനറൽ സെക്രട്ടറി MA ബേബി അറിഞ്ഞിട്ടില്ല. മന്ത്രി വി ശിവൻകുട്ടി അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. വി ആർ അനൂപ്, ഈ ഉറപ്പ് വിശ്വസിക്കാമോ? അനിൽകുമാർ ഉറപ്പ് അടിമുടി യുദ്ധമായിരിക്കും. ശരി, അനിൽകുമാർ ഞാൻ വരാങ്ങയിലേക്ക്. വി ആർ അനൂപ്, ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. അടിമുടി അദ്ദേഹത്തോടൊന്നും സംസാരിക്കാതിരിക്കാൻ പറയണം. അല്ല, അദ്ദേഹത്തിന് യുദ്ധം നിർത്താൻ പറയണം കുറച്ചു നേരത്തേക്ക്. ഓക്കെ അനൂപ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അദ്ദേഹമാണോ സംസാരിക്കേണ്ടത്? എന്നാൽ അദ്ദേഹം കേട്ടില്ല, അതുകൊണ്ടാണ്. ഞാൻ വരാം അനിൽകുമാർ. ശ്രീ അനൂപ് തുടരും. അല്ല, അന്നത്തെ താങ്കൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തോ? ഇവിടെ ഞാൻ സംസാരിക്കുമ്പോ യുദ്ധം നിർത്തണ്ട. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. രേവന്ത് റെഡ്ഡി സ്വാഗതം ചെയ്തു കേട്ടോ. ശരി, അനിൽകുമാറിലേക്ക് വരാം. അനൂപ് പറഞ്ഞു തീർത്തോട്ടെ പ്ലീസ്. അനിൽകുമാറെ ഒരു 10-15 മിനിറ്റ് ഒറ്റയ്ക്ക് പ്രസംഗിച്ചില്ലേ? ശരി അനിൽകുമാർ, ഓക്കെ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അനൂപ് തുടരൂ പ്ലീസ്. അനൂപ് തുടരൂ പ്ലീസ്. ഇതുകൂടെ പിടിച്ചിട്ട് പോകും. തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി, ഞാൻ ഹൈദരാബാദ് അല്ല, നിങ്ങൾ നിർത്തുന്നേ. ഇത് വലിയ മാറണല്ലോ. അനിൽകുമാർ, അത് നമുക്ക് ചർച്ച ചെയ്യാം. കർണാടകയും തെലങ്കാനയൊക്കെ ചർച്ച ചെയ്യാം. അത് കേരളത്തിൽ കഴിയട്ടെ. അനൂപ് പറയൂ പ്ലീസ്, സമയം പോയി, അതുകൊണ്ടാണ്. PMCയുടെ കൂടിയല്ലേ? ശരി അനിൽകുമാർ. ഓഹോ, ഇന്നിനി നീ മിണ്ടരുത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. നിർത്തൂ പ്ലീസ്. അല്ല, പ്ലീസ് അനിൽകുമാറെ നിർത്തുക. ഓക്കെ. അനൂപ് പറഞ്ഞോളൂ. അല്ല, രേവന്ത് ആരോടോ മിണ്ടാതിരിക്കോ? ഇവിടെ ഞാൻ എന്നെ ഒഴുത്ത് കിടന്ന മര്യാദ കാണിക്കുക. ശരി അനൂപ്, തുടരൂ. അഡ്വക്കേറ്റ് അനിൽകുമാറിനോട് ആദരണീയനായ അനിൽകുമാറെ, നിങ്ങൾക്ക് പിണറായി വിജയൻ രാത്രി പകലാണെന്ന് പറഞ്ഞാൽ അത് പറയേണ്ട ബാധ്യതയുണ്ടാകാം, അത് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാകാം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? പക്ഷേ സാധാരണക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കല്ലേ? CPI മാത്രമാണോ നിങ്ങൾ ഇരട്ടത്ത് നിർത്തിയിരിക്കുന്നത്? ബിനോയ് വിശ്വത്ത് മാത്രമാണോ നിങ്ങൾ ഇരട്ടത്ത് നിർത്തിയിരിക്കുന്നത്? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. MA ബേബി ഇരുട്ടല്ലേ? MA ബേബി ഈ 16-ന് ശേഷം പത്രക്കാരോട് പറഞ്ഞത് എന്താ? ഇത് പുനഃപരിശോധിക്കും. MA ബേബിയെ നിങ്ങൾ വിഡ്ഢിയാക്കി. MA ബേബിയെ നിങ്ങൾ അറിയിച്ചിട്ടില്ല. CPMന്റെ കേന്ദ്ര നയം അട്ടിമറിക്കപ്പെട്ട വിവരം CPMന്റെ ജനറൽ സെക്രട്ടറി അറിഞ്ഞിട്ടില്ലെന്നേ. ഇത് വളരെ കൃത്യമായി നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കുറെ നാളുകളായി തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രതിഭാസമാണെന്നേ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.